ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോകാം. ഇടുക്കിയിൽ ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ തുടരുന്നു എന്നാണ് ജെയിൻ റിപ്പോർട്ട് ചെയ്യുന്നത്. രാത്രിയിൽ പെയ്ത മഴയിൽ പലയിടങ്ങളിലും മണ്ണിടിഞ്ഞിട്ടുണ്ട്. അതൊരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. കട്ടപ്പന കുമളി സംസ്ഥാന പാതയിലും ഒപ്പം വണ്ണപ്പുറം ചേലച്ചുവട് പാതയിലും അവിടെ ഗതാഗതം ഭാഗികമായി മാത്രമേ നടക്കുന്നുള്ളൂ. ജെയിൻ എസ് രാജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയിൻ, ഈ മലയോര മേഖലയായതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്ക ഒരു മഴ കനത്താൽ നമുക്കുണ്ടാകുന്നത് ഇടുക്കിയെ സംബന്ധിച്ചാണ്. ഇപ്പോൾ മണ്ണിടിഞ്ഞ പ്രദേശങ്ങളുടെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഏതൊക്കെ മേഖലകളിലാണ് ഈ ഗതാഗതം? അത് സ്തംഭനാവസ്ഥയിലാണോ അതോ ഭാഗികമായി തടസ്സപ്പെട്ട അവസ്ഥയിലാണോ? എന്താണ് നിലവിലെ സ്ഥിതി? ഇപ്പോൾ മഴയുണ്ടോ അവിടെ? ഉമൈബാന് ഇടയ്ക്ക് ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതാണ് ആശങ്കപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടരുന്ന മഴയായതുകൊണ്ട് തന്നെ ഈ രീതിയിൽ മഴ തുടർന്നാൽ പോലും മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ ഉരുൾപൊട്ടലിനുമുള്ള സാധ്യത നിലവിലുണ്ട്. ഇപ്പോൾ നിലവിൽ അടിമാലി മുതൽ നേര്യമംഗലം അല്ലെങ്കിൽ നേര്യമംഗലം മുതൽ അടിമാലി വരെയുള്ള ഭാഗത്ത് യാത്ര നിരോധിച്ചിരിക്കുകയായിരുന്നു. രാത്രി പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തി. അതോടൊപ്പം തന്നെ കുമളി നേര്യമംഗലം കുമളി ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഭാഗത്തും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ വണ്ണപ്പുറം ചേലച്ചോട് ഭാഗത്തേക്ക് പോകുന്ന റോഡ് നിലവിൽ മണ്ണിടിഞ്ഞ അപകടാവസ്ഥയിലാണ്. അതുവഴിയും ഗതാഗതം പൂർണ്ണമായും നടക്കില്ല. അത് മുള്ളരിങ്ങാട് വഴിയാണ് ആ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ വിവിധ ഇടങ്ങളിൽ മണ്ണിടിഞ്ഞ് അപകടാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിലും സ്ഥിതി അത് തന്നെയാണ്. വിവിധ ഇടങ്ങളിൽ ഇതിനു പുറമെ ചെറുവഴികളടക്കം മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കാൽവരി മൗണ്ട് 9-ാം മൈലിൽ മരമൊടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത് പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡാമുകളാണെങ്കിൽ 3 ഡാമുകളാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. കല്ലാർകുട്ടി, പാംബ്ല, അതോടൊപ്പം തന്നെ കല്ലാർ ഡാമുകൾ തുറന്നിരിക്കുന്നു. ഇരട്ടയാർ ഡാമിലെ വാട്ടർ ലെവൽ റെഡ് അലേർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഏതു സമയവും തുറന്നുവിടാൻ സാധ്യതയുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ, വീട് തകർന്നു, വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായിട്ടുള്ള അപകടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ മഴ തുടരുകയാണെങ്കിൽ അത്തരം അപകടങ്ങൾക്ക് കൂടി സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് അടക്കം ഏർപ്പെടുത്തിയ നിയന്ത്രണം അത് അങ്ങനെ തന്നെ തുടരുകയാണ്. മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പൂർണ്ണമായും അടച്ചിടാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ ജെയിൻ, അപ്പോൾ അതാണ് ഇടുക്കിയിലെ സാഹചര്യം. നമുക്കിപ്പോൾ ഇടുക്കിയിൽ നിന്ന് പങ്കുവെച്ച ഒരു ദൃശ്യമുണ്ട്, അതിലേക്കൊന്ന് പോകാം. കനത്ത മലവെള്ളപ്പാച്ചിലാണ് ആ ദൃശ്യങ്ങളിലേക്ക്. പാലമൊക്കെ മൂടി ഭയങ്കരം മഴ. നിങ്ങൾ ഈ വണ്ടി വന്നാണോ? ഞാൻ ഇവിടെ താമസിക്കുന്നതാണ്. ഓക്കെ. പാലമൊക്കെ മൂടി ഭയങ്കരം മഴ. ഓക്കെ, അപ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മലയോര മേഖലകളിലേക്കുള്ള യാത്ര അത് പരമാവധി ഒഴിവാക്കുക. ഒരു പ്രത്യേകിച്ച കാരണങ്ങളൊന്നുമില്ലാതെ, അതായത് അനാവശ്യമായിട്ടുള്ള യാത്രകൾ നടത്തരുത് എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഏത് സാഹചര്യത്തിലാണ് ഈ ഓരോ ഇടങ്ങളിലും ഭൂപ്രകൃതി മാറിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരിക്കലും അറിയാൻ കഴിയാത്ത രീതിയിലാണ് ഈ കാലവർഷം എത്തി നിൽക്കുന്നത്. കനത്ത മഴയുണ്ടാകാം, ചിലപ്പോൾ ഇടവിട്ടുള്ള മഴ മാത്രമായിരിക്കാം. പക്ഷേ അപകട സാധ്യതാ മേഖലകളാണ് ഈ മലയോര പ്രദേശങ്ങൾ. നേരത്തെ ജെയിൻ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ ഈ മണ്ണിടിയുന്ന സാഹചര്യം പലപ്പോഴുമുണ്ട്. ഈ ഭൂപ്രകൃതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്രദേശവാസികൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാകാം, പക്ഷേ അല്ലാത്തവരുടെ സാഹചര്യം അതായിരിക്കില്ല. അതുകൊണ്ടാണ് അനാവശ്യ യാത്രകൾ അത് ഒഴിവാക്കുക എന്നുള്ളത് പറയുന്നത്. പിന്നെ കൃത്യമായിട്ട് ഇപ്പോൾ മത്സ്യബന്ധന തൊഴിലാളികൾക്കുൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും കടലിൽ മത്സ്യബന്ധനത്തിന് പോകരുത്. പിന്നെ പുഴയുടെ കാര്യമാണെങ്കിൽ പറയാനുമില്ല, പുഴകളൊക്കെ കര കവിഞ്ഞൊഴുകുകയാണ്. ഏറ്റവും ദാരുണമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ ഈ കാലവർഷം, ഇതിപ്പോൾ വീണ്ടും തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ എങ്കിൽ പോലും 11 പേരുടെ ജീവനാണ് ഈ മഴക്കലിയിൽ പൊലിഞ്ഞത്. അതിൽ കുഞ്ഞുങ്ങൾ വരെയുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം. അതായത് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ
അറിയാതെ രൂപപ്പെട്ട കുഴിയിൽ വെള്ളക്കെട്ടിൽ വീണ് മരിക്കുന്ന സാഹചര്യം അത്തരത്തിൽ ഒരു റിപ്പോർട്ട് നമ്മൾ ഇന്നലെ കേട്ടിരുന്നു. അതുകൊണ്ട് വീട്ടുമുറ്റത്താണെങ്കിൽ പോലും വെള്ളക്കെട്ടുണ്ടെങ്കിൽ കരുതൽ വേണമെന്നുള്ള അതിജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ തന്നെ സ്വയം മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 11 ജില്ലകളിലും യെല്ലോ, അതായത് മഞ്ഞ മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. പക്ഷേ ഇത് മഴ തീവ്രമായോ അതിതീവ്രമായോ ഏത് സമയത്തും മാറാം. സാഹചര്യങ്ങൾ ആ രീതിയിൽ മറിഞ്ഞേക്കാം. സ്വാഭാവികമായിട്ടും മഴയുടെ വരവ് അത് പ്രവചനാതീതമാണ്. ഇപ്പോൾ രാവിലെ മുതൽ ചെറിയ തോതിലുള്ള മഴ, ഇപ്പോൾ തലസ്ഥാന നഗരത്ത് നോക്കുകയാണെങ്കിൽ ഇന്നലെ രാത്രി മുതലുള്ള മഴ അതിപ്പോഴും ചെറിയ തോതിൽ തുടരുന്നുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും ചെറിയ തോതിലാണെങ്കിലും മഴയുടെ ശക്തി കുറവാണ് എന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു പെരുമഴയായിട്ട് ഏത് സമയവും മാറാം എന്നുള്ളത് കൊണ്ട് നമ്മൾ മുൻകരുതൽ എടുത്തേ തീരൂ. കോട്ടയത്ത് രാത്രിയിലും അതിശക്തമായിട്ടുള്ള മഴ തുടരുന്നുണ്ട്. അത്തരത്തിൽ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. രാത്രി ശക്തമായിട്ടുള്ള മഴയാണ് കോട്ടയത്ത് ഉണ്ടായിട്ടുള്ളത്. കിഴക്കൻ മേഖലകളിലൊക്കെ മഴ ശക്തമായിരുന്നു. ഇന്നലെ പടിഞ്ഞാറൻ മേഖലകളിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ട വിവരമൊക്കെ അവിടെ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ഷിനോ ജസ്റ്റി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. കോട്ടയം നഗരത്തിൽ ഉൾപ്പെടെ പലയിടത്തും ഇപ്പോഴും വെള്ളക്കെട്ടുള്ളതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.